So today I'll be going through Maths PSNM Module 3 simplex method എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. The thing is simplex method എന്ന പേരാണെങ്കിലും ഇറ്റ് ഈസ് ആക്ച്വലി എ ബിറ്റ് കോംപ്ലിക്കേറ്റഡ്. കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഐ ട്രൈ ടു മേക്ക് ഷുവർ ഇറ്റ്സ് ആസ് ഈസി ആസ് പോസിബിൾ. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് മാക്സിമൈസ് z ഈക്വൽസ് ടു 7x+1 7x1 plus 6x2. okay, and it's given that substitute to x1 plus x2 is less than or equal to 4 and 2x1 plus x2 is less than or equal to 6. okay, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. So how do we solve it? We have these two formulas, right? ഈ ഒരു ഫോർമുല ഉണ്ട്, ഈ ഒരു ഫോർമുല ഉണ്ട്. ഇതിൽ രണ്ടിലും വി നോട്ടീസ് ദാറ്റ് ഈക്വൽ ടു അല്ല, നമുക്ക് ലെസ്സർ ദാൻ ഈക്വൽ ടു എന്നാണ് തന്നിരിക്കുന്നത്. സോ ബേസിക്കലി ഇഫ് വി പുട്ട് ഇൻ എ സർട്ടൻ എലമെൻറ്റ്, നമുക്ക് ലെസ്സർ ദാൻ ഓർ ഈക്വൽ ടു കളയാം. അപ്പോൾ ഇവിടെ ഐ ഹവ് ഗിവൻ ദ ആക്ച്വൽ ഇക്വേഷൻ വിച്ച് ഇസ് x1 plus x2 is lesser than or equal to 4. ഇപ്പോൾ നമുക്ക് ആ ഇമാജിനറി ക്യാരക്ടർ ഇടാം, അതെന്തുവാ, ബട്ട് ഹിയർ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് S1. ഓക്കെ, S1. ഇത് S1 S2 ഇടുമ്പോൾ ഓൾവേസ് റിമെമ്പർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സെയിം ഓർഡർ തന്നെ വേണം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ ഇസ് ദിസ് ആൻഡ് സെക്കൻഡ് ഇസ് ദിസ്. നമുക്ക് ബേസിക്കലി ഇത് ഈക്വൽ ടു ആക്കി മാറ്റാനാണ് ചെയ്യണത്. സോ വി റിമൂവ് ദ ലെസ് ദാൻ സൈൻ ആൻഡ് വി ഗോട്ട് ഈക്വൽ ടു, ഇവിടെ സെറ്റായി. സിമിലർലി സെക്കൻഡ് ഇക്വേഷനിലും 2x1 പ്ലസ് x2 ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 6. നമുക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടിയത്. വീണ്ടും നമുക്ക് ഇത് മാറ്റിയിട്ട് വി നീഡ് ചേഞ്ച് ടു ഈക്വൽ ടു. അപ്പോൾ അഗെയിൻ ലെറ്റ്സ് ടേക്ക് എൻ ഇമാജിനറി ക്യാരക്ടർ. നമുക്ക് ഇവിടെ S1 എടുത്ത കാരണം വിൽ ടേക്ക് ഹിയർ ഇറ്റ് ആസ് S2. ഓക്കെ, രണ്ടിടത്തും എത്തു. ആൻഡ് ഫ്രം ദ ക്വസ്റ്റ്യൻ അഗെയിൻ വി നോ ദാറ്റ് Z ഇസ് ആർ മെയിൻ ക്യാരക്ടർ. ഇവിടെ 7x1 പ്ലസ് 6x2 മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നാലും വി ആഡഡ് 2 ന്യൂ മോർ എലമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് S1, as they don't really exist, we'll put 0. okay, 0 S1 and 0 S2. okay, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് തീർത്തിരിക്കുകയാണ്. സോ ബേസിക്കലി നമ്മുടെ ഇക്വേഷൻസിനെ നമ്മൾ ഈക്വൽ ടു ആക്കി മാറ്റി ആൻഡ് വി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദാറ്റ് ഇൻ ആർ മെയിൻ ഫോർമുല വിച്ച് വിൽ ഗിവ് us this. Now let's get into business. നമ്മൾ ഈ ടേബിൾ ഉണ്ടല്ലോ, ഇത് യു ഹാവ് ടു ലേൺ ബൈ ഹാർട്ട്. ഐ എം റിയലി സോറി, ദർ ഇസ് നോ അതർ വേ. ബട്ട് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ലേണിംഗ് റൈറ്റ് നോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ബേസിക്കലി നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് വി ആർ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ ആൻഡ് കാൽക്കുലേറ്റിംഗ് ഇറ്റ് ആൻഡ് ഗെറ്റിംഗ് എൻ ആൻസർ. Okay, so as we all know, Z is our main equation and these two are our sub-equations. ഈ CGയും BVയും കണ്ടല്ലേ, it is mainly used for substituting values of Z. BVയിൽ നമുക്ക് വാട്ട് വി ആർ സപ്പോസ് ടു ദിസ്, ഇപ്പോൾ Z കണ്ടല്ലേ, ഈ Z ഇക്വേഷനിൽ വി ഹാവ് എലമെൻറ്റ്സ് ലൈക്ക് x1, x2, S1 ആൻഡ് S2. ആൻഡ് ഈ എലമെൻറ്റ്സിന് ഓരോത്തിനും അതിൻ്റെ കോഎഫിഷ്യൻസ് ഉണ്ട്, 7, 6, 0, 0. ഓക്കെ, സോ വാട്ട് വി ഡു ഇൻ BV ഈസ് നമ്മൾ എലമെൻറ്റ്സ് മാത്രം എഴുതി കൊടുക്കും, x1, x2, S1 ആൻഡ് S2 എഴുതാലോ. സോ x1, x2, S1 ആൻഡ് S2 സെറ്റല്ലേ. ആൻഡ് മുകളിലുള്ള CJയിൽ വാട്ട് യു ആർ സപ്പോസ് ടു ഡു ഇസ് ഈ എലമെൻറ്റ്സിൻ്റെ ഓരോത്തിനെയും കോഎഫിഷ്യൻറ്റ്, x1 എന്താ 7, x2 6, S1 0, S2 0, അതേപോലെ എഴുതി കൊടുക്കുക, 7, 6, 0, 0. സെറ്റായില്ലേ, സിമ്പിൾ. ഓക്കെ, ഇവിടെ നമുക്ക് യു സീ ദീസ് ടു എംപ്റ്റി ബോക്സസ് റൈറ്റ്. ഇവിടെ എന്താണ് ഇടേണ്ടത്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ബേസിക്കലി നമുക്ക് x1, x2 തന്നിട്ടുണ്ടായി. S1 ആൻഡ് S2 ആർ ന്യൂ ഫോറിൻ ക്യാരക്ടേഴ്സ്. അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കും, S1, S2. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മെയിൻ ഇക്വേഷൻ ആയിരുന്നു ഇത്. ഇത് നമ്മൾ ഇവിടെ നമ്മുടെ ടേബിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടി. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഈ രണ്ട് ഇക്വേഷൻസ് അല്ലേ, റൈറ്റ്. ഇവിടെ S1 ഉള്ള ഇക്വേഷൻ ഏതാ, ദിസ് വൺ. ഇതിലാണ് S1 ഉള്ളത്, ഇവിടെ S1 ഉള്ളത് ഇവിടെ. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഇക്വേഷൻ കെയർഫുള്ളി വി ക്യാൻ ഫൈൻഡ് ദാറ്റ് നമുക്ക് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, x1, x2, S1 ആൻഡ് സൊല്യൂഷൻ ഇസ് 4. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഫുൾ കോളം കണ്ടില്ലേ ബ്ലാങ്ക് ആയിട്ട്, ഇവിടെ നമ്മൾ ആ എലമെൻറ്റ്സ് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x1 ഇവിടെ ക്യാരക്ടർ ഏതാ,
നമുക്ക് കോയിഫിഷ്യൻറ്റ് 1 ആയിരുന്നത്. x2 എന്താ 1, s1 എന്താ 1, സൊല്യൂഷൻ എന്താ 4. സെയിം ഇവിടെ ഇട്ട് കൊടുക്കും. x1 1, x2 1, s1 1, സൊല്യൂഷൻ 4. ഇപ്പോൾ ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടാവും, s2 എന്ത് ചെയ്യുന്നു? ബിക്കോസ് ഇവിടെ s2 ഇല്ലല്ലോ. s2 ഇല്ലെങ്കിൽ എന്താ 0 ഇട്ട് കൊടുക്കും, 0. ഓക്കെ, പക്ക, സിമ്പിൾ, ഡൺ. സിമിലർലി ഇപ്പോൾ നമുക്ക് ഇവിടെ s2യുടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. s2 ഉള്ള ഇക്വേഷൻ ഏതാ? ഇതാണ്. അതിൽ നമ്മുടെ എലിമെൻറ്റ്സ് x1, x2, s2 ആൻഡ് സൊല്യൂഷൻ 6. സിമിലർലി കോയിഫിഷ്യൻറ്റ് x1ൻ്റെ കോയിഫിഷ്യൻ 2, x2യുടെ കോയിഫിഷ്യൻ 1, s2യുടെ കോയിഫിഷ്യൻ 1 ആൻഡ് സൊല്യൂഷൻ 6. ഇതിൽ s1 ആണ് ഇല്ലാത്തത്. ഇഫ് യു മൈറ്റ് ഹാവ് നോട്ടീസ്, ഇതിൽ s1 ഇല്ല. അപ്പോൾ s1 എന്താ കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, ലെറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. x1ൻ്റെ 2, x2യുടെ 1, s1ൻ്റെ 0 ആൻഡ് s2യുടെ 1. ആൻഡ് സൊല്യൂഷൻ എന്താ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള 6. ഇത്രയും സെറ്റായി. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇറ്റ്സ് നോട്ട് റിയലി കോംപ്ലിക്കേറ്റഡ്, റൈറ്റ്? ഇതുവരെ നമുക്ക് ഓക്കെയാണ്. പിന്നെ അനദർ തിങ്, നമ്മുടെ മെയിൻ ഇക്വേഷനിൽ നമ്മുടെ s2യുടെയും s1ൻ്റെയും കോയിഫിഷ്യൻറ്റ്, അതായത് മെയിൻ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ സീറോസ് അല്ലേ. സിമിലർലി ഇവിടെ 2 എം ടി ബോക്സ് ഉണ്ടോ, അവിടെ നമുക്ക് അത് കോയിഫിഷ്യൻ്റ് എടുക്കാം, വിച്ച് 0 ആൻഡ് 0. കഴിഞ്ഞു, ഖലാസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി ഡു യു നോട്ടീസ് ദ ഫാക്ട് ദാറ്റ് നമ്മുടെ താഴത്തെ ZJ ആൻഡ് CJ മൈനസ് ZJ എന്ന് പറഞ്ഞ 2 കോളം എം ടി ആയിട്ടിരിക്കുക. അത് ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്യാനായിട്ട് ചെറിയൊരു കാൽക്കുലേഷൻ ചെയ്യണം. വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോ. യു സി s1 ഉണ്ട്, നമുക്ക് s2 ഉണ്ട്. s1ൻ്റെ കോയിഫിഷ്യൻ എന്താ? 0, s2യുടെ 0. അപ്പോൾ നമ്മൾ ഓരോ കോളമായിട്ടാണ് എടുത്തെടുത്ത് ചെയ്യണം. സോ നമുക്ക് ആദ്യത്തെ കോളം ചെയ്യാം. s1ൻ്റെ കോയിഫിഷ്യൻ എന്താ? 0. 0 ഇൻറ്റു 1. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് എലമെൻ്റ് അല്ലേ. പ്ലസ് s2യുടെ എന്താ? 0 ഇൻറ്റു 2. മനസ്സിലായില്ല? ഐ ഷോ യു വൺസ് മോർ. s1ൻ്റെ കോയിഫിഷ്യൻറ്റ് 0 ഇൻറ്റു 1 ബിക്കോസ് ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. സിമിലർലി s2ലോ 0 ഇൻറ്റു 2. ഓക്കെ, സോ 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 2 എത്രയാ? 0. ഐ ഷോ ഇറ്റ് ഡൗൺ. 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 2. 0 അവിടെ നിന്ന് s1ൻ്റെ കോയിഫിഷ്യൻറ്റ് നമ്മുടെ ആദ്യത്തെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. സോ 0 ഇൻറ്റു 1 വി ഗോട്ട് ദാറ്റ്. സിമിലർലി ഇവിടെ s2യുടെ നോക്കുകയാണെങ്കിൽ കോയിഫിഷ്യൻറ്റ് 0 ആൻഡ് ഇപ്പുറത്തുള്ള 1. സോ 0 ഇൻറ്റു 2 വിൽ ഗെറ്റ് 0. ഈ 0 കിട്ടിയില്ലേ, ഇതാണ് നമ്മുടെ ZJ വാല്യൂ. അതായത് നമ്മൾ ഫസ്റ്റ് റോ വെച്ചിട്ട് ചെയ്തത്. ഇപ്പോൾ ഇത് രണ്ടും ഫസ്റ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻസർ കിട്ടി. വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ. ഇപ്പോൾ രണ്ടാമത്തെ ചെയ്തെങ്ങനെയാണ്? സെയിം സാധനം. വിൽ യൂസ് ദീസ് 2 നമ്പേഴ്സ്. സിമ്പിളാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ആർ വാല്യൂസ് ആർ 0. s1ൻ്റെ s2ൻ്റെ എപ്പോഴും 0 ബിക്കോസ് ഇറ്റ് റിയലി ഡസ് നോട്ട് ചേഞ്ച്. 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 1. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? താഴെ എഴുതി വെക്കാം. 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 1 ഇസ് 0. അപ്പോൾ വീണ്ടും നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? 0. ഓക്കെ, ഇനി ലെറ്റ്സ് ട്രൈ ദ തേർഡ് വൺ. തേർഡ് ആകുമ്പോൾ ഏതാ? ഈ കോളം ഉപയോഗിക്കുക. 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0. വീണ്ടും 0. സിമിലർലി ഇതേപോലെ തന്നെ 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0. വീണ്ടും നമുക്ക് 0 കിട്ടും. സോ ഈ 2 എലമെൻറ്റും 0 ആയി. ഇത്രയും കിട്ടി. സെറ്റാണേ? സിമ്പിൾ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ അവസാനത്തെ ഈ ഒരു കോളം ബാക്കിയുണ്ട്. ഈ നോട്ടീസ് ഇറ്റ്സ് CJ മൈനസ് ZJ. CJ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഇതേ ഇവിടെ കിടക്കണം. CJ വാല്യൂസ് ഇവിടെ ഉണ്ട്, ZJ വാല്യൂസ് ഇവിടെ ഉണ്ട്. സോ കറസ്പോണ്ടിങ് വാല്യൂസ് മാത്രം നമ്മൾ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടോ. ഡോണ്ട് ടേക്ക് റാൻഡം വാല്യൂസ്. ഇതേപോലെ ആയിരിക്കും പോവാം. സോ CJ മൈനസ് ZJ. നമുക്ക് ഫസ്റ്റ് വാല്യൂ എടുക്കുകയാണെങ്കിൽ CJയുടെ 7ഉം ZJയുടെ 0. സോ 7 മൈനസ് 0. ഇവിടെ 6 മൈനസ് 0, 0 മൈനസ് 0, 0 മൈനസ് 0. അപ്പോൾ എന്താ കിട്ടുക? ഇവിടെ 7 മൈനസ് 0 ആണ് വരിക. സോ ടോട്ടലി 7. ഇവിടെ എന്താ? 6 മൈനസ് 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 6. 0 മൈനസ് 0 എന്താ കിട്ടുക? 0. 0 മൈനസ് 0,
0. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ ടേബിൾ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനിയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പോകണം. സോ ഹൗ ഡു യു ഡു ദ കാൽക്കുലേഷൻ? നമുക്കിവിടെ ഇപ്പോൾ പല കാൽക്കുലേഷൻ ചെയ്യുന്നത് പല വാല്യൂസ് കിട്ടി. പക്ഷേ ഈ CJ മൈനസ് ZJ കണ്ടില്ലേ, ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂസ്, ഇപ്പോൾ വാല്യൂസ് യു ഗോട്ട് 0, 0, 6 and 7. യെസ്, 7 ഇസ് ദ ഹയസ്റ്റ് വാല്യൂ. ഈ 7 കിട്ടുന്ന റോ ഉണ്ടല്ലോ, അതായത് വി ഡോണ്ട് കൺസിഡർ ZJ, അതായത് ഈ ഒരു ബോക്സിൽ ഇതിലുള്ള കോളം, ഇപ്പോൾ ഈ ഒരു സ്ട്രേറ്റ് ലൈനിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കോളമാണ് എടുക്കുക. ഓക്കെ, 1, 2. ദിസ് കോളം വിൽ ബി ദ കീ കോളം. പലവരും തെറ്റിക്കാറുള്ള കാര്യമാണ്. കോളം ഇസ് സ്റ്റാൻഡിങ് ലൈൻ ആൻഡ് റോ ഇസ് സ്ലീപ്പിംഗ് ലൈൻ. ഓർത്തെടുക്കാൻ നല്ലൊരു എളുപ്പ വഴി ഇസ് റോ ഇസ് you row your boat. So boat flows in a river in horizontal or a sleeping line style. So row is sleeping line and the other one is standing line. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കോളം, ഓക്കെ, ഇതാണ് കോളം. സോ ദിസ് വിൽ ബി ടേക്കൻ ആസ് കീ കോളം. ഓക്കെ, അത് മറക്കരുത്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കീ കോളം. ഓക്കെ, നമുക്കിപ്പോൾ കീ കോളം കിട്ടി. ഇനി നമുക്ക് കീ റോ കിട്ടണം. ഹൗ ഡു യു ഫൈൻഡ് ഇറ്റ്? സോ നമുക്കിവിടെ ഇപ്പോൾ 2 വാല്യൂസ് ഉണ്ട്, 1 and 2, ആൻഡ് ദ കറസ്പോണ്ടിങ് സൊല്യൂഷൻസ് ആർ 4 and 6. വാട്ട് ഡു വി നീഡ് ടു ഡു ടു ഫൈൻഡ് ദ റേഷ്യോ? സോ നമുക്കിവിടെ 4ഉം ഇവിടെ 1ഉം ഇവിടെ 6ഉം ഇവിടെ 2 അല്ലേ. സോ ബേസിക്കലി വാട്ട് യു നീഡ് ടു ഡു ടു ഫൈൻഡ് ദ റേഷ്യോ ഇസ് റേഷ്യോ ഈക്വൽസ് ടു സൊല്യൂഷൻ ബൈ വാല്യൂ ഓഫ് കീ കോളം. അതായത് കീ കോളമിനുള്ള വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് വിൽ ഗെറ്റ് ദ റേഷ്യോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഈ ഒരു റോ എടുത്തു കഴിഞ്ഞാൽ 4 is the solution and 1 is the key column value. So if you do 4 by 1 we'll get 4. അതേപോലെ 6 and 2. So 6 by 2 we'll get 3. Set അല്ലേ? But remember we still have not found our in the key row. Key column നമുക്ക് കിട്ടി, key row കിട്ടിയിട്ടില്ല. How do you find key row? Key rowയിൽ നമുക്കിപ്പോൾ റേഷ്യോയിൽ 2 നമ്പേഴ്സ് ഉണ്ട്, 4 and 3. ഇതിൽ ഏറ്റവും കുറഞ്ഞ നമ്പർ ഏതാ? 3 അല്ലേ. സോ വിൽ ടേക്ക് ദിസ് റോ. ഇതാണ് നമ്മുടെ കീ റോ. നമുക്കിത് മാർക്ക് ചെയ്യാം, കീ റോ. ഓക്കെ, നോട്ട് സംതിങ്, ഈ കീ റോയിലും കീ കോളമിൽ രണ്ടിലും ഒരു വാല്യൂ ഭയങ്കര കോമൺ ആയിട്ട് വരുന്നുണ്ട്, വിച്ച് ഇസ് 2, ആൻഡ് ദിസ് ഇസ് ദ കീ എലമെൻറ്റ്. സോ നമ്മുടെ മെയിൻ സംഭവങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞു. ഓക്കെ, ആസ് യു ക്യാൻ സി ഐ ഹാഡ് ടു ഡ്രോ ദ സെയിം ടേബിൾ അഗൈൻ. ഇതിലാകെ CJയും BVയും മാത്രമേ സെയിം ആയിട്ടിരിക്കുള്ളൂ, ബാക്കി എല്ലാം മാറും. ബിക്കോസ് ദിസ് ഇസ് ലീവിങ് ആൻഡ് ദിസ് ഇസ് എൻട്രിങ്. സോ ഇതിലെല്ലാം മൊത്തത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. 1 point യു നീഡ് ടു നോട്ടീസ് ഇസ് കീ എലമെൻറ്റ് വരുന്ന എലമെൻ്റ് ഇല്ലേ, കീ എലമെൻറ്റ് വരുന്ന എലമെൻറ്റ് ഇസ് 2. സോ key element needs to turn to 1 and the element above or below it should turn to 0. അതായത് ഇത് should change to 0 ആയി മാറണം. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് വി നീഡ് ടു ഗിവ് പ്രയോറിറ്റി ടു ദ കീ എലമെൻറ്റ്. സോ ആസ് വി ക്യാൻ സി ഓവർ ഹിയർ നമ്മുടെ കീ എലമെൻറ്റ് വരുന്ന റോ ഇതാണ്, ആൻഡ് ഈ കീ എലമെൻറ്റ് വി നീഡ് ടു കൺവേർട്ട് ടു 1 ആൻഡ് കീ എലമെൻറ്റിൻ്റെ മുകളിലുള്ള നമ്പർ വി ഷുഡ് കൺവേർട്ട് ടു 0. അതായത് ഇത് 1 ആയും ഇത് 0 ആയും മാറും. സോ ആസ് ഐ ടോൾഡ് ഏർലിയർ, ഇത് ലീവ് ചെയ്യും, ഇത് എൻ്റർ ചെയ്യും. സോ S2 ലീവ്സ് ആൻഡ് X1 എൻറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുതിയ ടേബിളിൽ വിൽ റൈറ്റ് X1 ബിക്കോസ് X1 ഇസ് എൻറ്ററിങ് റൈറ്റ്. എന്നിട്ട് നമ്മൾ ഈ റോയിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരും ടു എ പോയിൻ്റ് വെയർ ദിസ് ഷുഡ് ടേൺ ടു 1. അപ്പോൾ നമ്മുടെ റോ S2 അല്ലേ, S2 2 1 0 1. പിന്നെ അതേപോലെ അങ്ങനെ എടുത്ത് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഒരു വ്യത്യാസമില്ല. ആൻഡ്
2 1 0 1 എടുത്ത് എഴുതി. ആൻഡ് ദെൻ നമുക്ക് ഇതാണ് നമുക്ക് 1 ആക്കേണ്ടത്. സോ ഇഫ് യു ഡു S2 by 2 വിൽ ഗെറ്റ് 1 1 by 2 0 1 by 2. ഓക്കെ, സെറ്റ് അല്ലേ? സോ 1 1 by 2 0 1 by 2 ഇത്രയും റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഈ എലമെൻറ്റില്ലേ ഇത് നമുക്ക് 0 ആക്കി മാറ്റണം. ഹൗ ഡു വി ഡു ദാറ്റ്? ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ x1 വരണ അതായത് ഈ റോ വെച്ചിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇതിന് ഇനി മറന്നേക്കുക എന്താ വെച്ചാൽ ഇത് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ഇതാക്കി മാറ്റി, ഈ പുതിയ റോ ആക്കി മാറ്റി. സോ ഓൾ വാട്ട് വി നീഡ് ടു ഡു ഇസ് നമ്മൾ ഈ റോയും ഈ റോ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. സോ ഐ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. S1 വിച്ച് ഇസ് 1 1 1 0 and S2 is 1 1 by 2 0 1 by 2. ഓക്കെ, നമുക്ക് രണ്ടും കിട്ടി. ഇനി നമുക്ക് ഇതല്ലേ നമുക്ക് 0 ആക്കി മാറ്റണ്ടേ. സോ S1 മൈനസ് S2 ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 0 1 by 2 1 and minus 1 by 2. അത് 1 minus 1 എന്താണ് 0. 1 minus 1 by 2 1 by 2 1 minus 0 1 and 0 minus 1 by 2 minus 1 by 2. സോ നമ്മുടെ പുതിയ റോയുടെ ഫോർമുല ഇസ് ദിസ്. നമുക്കതിപ്പോഴത്തെ എഴുതാം. നോട്ട് ദാറ്റ് ഇറ്റ് വിൽ സ്റ്റിൽ ബി S1 ഓവർ ഹിയർ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വ്യത്യാസമില്ല, ഇവിടെ മാത്രമേ ലീവിങ് എൻട്രിങ് ഉള്ളൂ, ഇത് സെയിം ആയിട്ട് തന്നെ ഇരിക്കും. സോ നമ്മൾ അത് തന്നെ എഴുതാം. S1 is 0 1 by 2 1 minus 1 by 2. ഓക്കെ, ഞാൻ ശരിക്കും ഇത് നേരത്തെ കാണിക്കേണ്ടായിരുന്നു, ബട്ട് ഐ എം ജസ്റ്റ് ഷോയിങ് ഇറ്റ് സെപ്പറേറ്റ്ലി. നമ്മൾ ഈ റോ സോൾവ് ചെയ്തപ്പോൾ വാട്ട് ഡിഡ് യു ഡു? S2 by 2 അല്ലേ അതെ. സോ ദാറ്റ്സ് ഹൗ യു ഗോട്ട് 2 by 2 വിച്ച് ഇസ് 1. ഇവിടെ 1 കിട്ടി. 1 by 2 വി ഗോട്ട് 1 by 2 0 by 2 0 and 1 by 2 1 by 2 കിട്ടി. ഈ സൊല്യൂഷൻ ഉണ്ടല്ലോ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ ഇറ്റ് ഇസ് 6 by 2. അപ്പോൾ എന്ത് കിട്ടും? 3. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ആൻസർ സോൾവ് ചെയ്ത സമയത്ത് നമ്മളെന്ത് ചെയ്തത്? S1 മൈനസ് S2 അല്ലേ. S1 മൈനസ് S2. നമുക്ക് S1ൻ്റെ വാല്യൂ എത്രയാണ്? 4 ആൻഡ് S2 3. അപ്പോൾ 4 മൈനസ് 3 ആണ് നമുക്ക് സൊല്യൂഷൻ പറയുക. ഇവിടെ 4 മൈനസ് 3 എന്ന് പറയുന്നത് എത്ര? 1. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സൊല്യൂഷൻ്റെ വാല്യൂ 1. ഇപ്പോൾ ഇത്ര ആയില്ലേ. ഇനി ഇവിടുത്തെ വാല്യൂസ് എന്താ ഇടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ രണ്ട് കോളമിലെ വാല്യൂ എങ്ങനെ അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ ഇറ്റ് വാസ് Z ഈക്വൽസ് ടു 7x1 പ്ലസ് 6x2 പ്ലസ് 0s1 പ്ലസ് 0s2. ഇതിലെ കോഎഫിഷ്യൻസ് വേണം നമ്മൾ ഇപ്പോഴത്തോട്ടേക്ക് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ വാട്ട് ഡു വി ഡു? S1ൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 0 ആൻഡ് x1ൻ്റെ 7. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി നമുക്ക് ZJയുടെ വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്. ZJയുടെ വാല്യൂസ് എങ്ങനെയായിരുന്നു? നേരത്തെ ചെയ്ത പോലെ തന്നെ 0 ഇൻറ്റു 0 പ്ലസ് 7 ഇൻറ്റു 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 അല്ലേ. അതേപോലെ തന്നെ 0 ഇൻറ്റു 1 by 2 പ്ലസ് 7 ഇൻറ്റു 1 by 2. അപ്പോൾ നമുക്ക് 3.5 കിട്ടും. അപ്പോൾ നമുക്ക് 0 ഇൻറ്റു 0 പ്ലസ് 7 ഇൻറ്റു 1 7. 0 ഇൻറ്റു 1 by 2 പ്ലസ് 7 ഇൻറ്റു 1 by 2 നമുക്ക് 3.5 കിട്ടും. 0 ഇൻറ്റു 1 പ്ലസ് 7 ഇൻറ്റു 0 0. 0 ഇൻറ്റു മൈനസ് 1 by 2 പ്ലസ് 7 ഇൻറ്റു 1 by 2 നമുക്ക് 3.5 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക? നേരത്തെ പോലെ തന്നെ ഈ രണ്ട് വാല്യൂസ് എടുക്കുക. CJ മൈനസ് ZJ. 7 മൈനസ് 7 എത്ര? 0. 6 മൈനസ് 3.5 2.5. 0 മൈനസ് 0 0. 0 മൈനസ് 3.5 മൈനസ് 3.5. അപ്പോൾ അതേപോലെ തന്നെ 0 2.5 0 മൈനസ് 3.5. വീണ്ടും നമുക്കൊരു ഫുള്ളി കംപ്ലീറ്റ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇതുപോലെ എന്താ വാട്ട് ഡിഡ് വി ഡു ലാസ്റ്റ് ടൈം? നമുക്ക് ഹയസ്റ്റ് വാല്യൂ എടുക്കണം. ഇതിൽ നമുക്ക് 2.5 കിട്ടിയത്. സോ ഇതിൽ 2 വരണ, അതായത് ഹയസ്റ്റ് ഇത് വരണ കോളം എടുക്കുക. സോ വിൽ ഗെറ്റ് ദിസ് ആസ് ദ കീ കോളം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? വി ഡിവൈഡഡ് ദ സൊല്യൂഷൻ ബൈ ദ key column value. So we'll do 1
by 1 by 2, which is 1 into 2 by 1, which is 2. Now the solution is 2. Similarly, 3 by 1 by 2. അപ്പോൾ നമുക്ക് എന്ത് 3 into 2 by 1. അപ്പോൾ നമുക്ക് ഇത് 6 കിട്ടും. അങ്ങനെ നമ്മുടെ സൊല്യൂഷൻ വീണ്ടും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ, ഇതിപ്പോൾ 6 ഉണ്ട് 2 ഉണ്ട്, ഇതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏതാ 2, റൈറ്റ്? അപ്പോൾ അതാണ് നമ്മുടെ കീറോ. വീണ്ടും ചെയ്തു. ആൻഡ് വാട്ട് ഈസ് ആർ കീ എലമെൻറ്റ്? ഇറ്റ് ഈസ് 1 by 2. ഓക്കെ, നമുക്ക് 1 by 2 ആണ് കീ എലമെൻറ്റ് കിട്ടിയത്. സോ ഇതിൽ ലീവ് ചെയ്യാൻ ഏതാ ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഈ റോ അല്ലായിരുന്നേ. സോ S1 ലീവ്സ് ആൻഡ് ഈ കോളമിൽ ഏതായിരുന്നു x2. S1 പുറത്തോട്ടേക്ക് പോകും, x2 ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അഗെയിൻ നമ്മളിനി വീണ്ടും ഈ ടേബിൾ വരയ്ക്കണം. ആൻഡ് ആസ് എ സെഡ് ഏർലിയർ, S1 ലീവ് ചെയ്യും, x2 നമുക്ക് ഉള്ളിലോട്ട് വരും. അപ്പോൾ ആസ് ഇറ്റ് ടോൾഡ് ഏർലിയർ, നമുക്ക് ഈ കീ എലമെൻറ്റ് വരുന്ന എലമെൻറ്റ് നമുക്ക് 1 ആക്കണം. ആൻഡ് കീ എലമെൻറ്റിൻ്റെ തൊട്ട് താഴെയുള്ള എലമെൻറ്റ് നമുക്ക് 0 ആക്കണം. നമുക്ക് ആദ്യം കീ എലമെൻറ്റ് വെച്ച് തുടങ്ങാം, ബിക്കോസ് വി ഗിവ് ഇറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി. നമുക്കിപ്പോൾ കീ എലമെൻറ്റ് 1 by 2 ആണ്. നമുക്കിത് 1 ആക്കണമെങ്കിൽ നമുക്ക് 1 by 2 into 2 ചെയ്താൽ പോരെ, വിച്ച് വിൽ ഗിവ് us 2 by 2, which is 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, S1ൻ്റെ ഫുൾ റോ, വിച്ച് ഇസ് 0, 1 by 2, 1 minus 1 by 2. ഇത് S1 ലീവ് ചെയ്തിട്ട് x2 കയറുന്ന കാരണം നമ്മൾ x2 എന്നാണ് ഇവിടെ കൊടുക്കുക. ആൻഡ് 0 into 2 is 0, 1 by 2 into 2 is 1, 1 into 2 is 2, and minus 1 by 2 into 2 is minus 1. നമുക്കിത് കിട്ടി. ആൻഡ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് ബാക്കിയുണ്ട്. ബിഫോർ ഐ ഫർഗെറ്റ്, ദ സൊല്യൂഷൻ നമുക്ക് ബാക്കിയുണ്ട്, അത് നമുക്ക് ഇൻറ്റു 2 ചെയ്യാം. സോ വാട്ട് വിൽ ഗെറ്റ് 2. നമുക്ക് ഇവിടുത്തെ റോ ആണ് കണ്ടുപിടിക്കേണ്ടത്, എലമെൻറ്റ്സ്, റൈറ്റ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതങ്ങ് മറന്നു കളയാം, ബിക്കോസ് ദിസ് ഹാസ് ബീൻ മോഡിഫൈഡ് ടു ദിസ് ബ്രാൻഡ് ന്യൂ റോ വിച്ച് ഐ റോട്ട് ഓവർ ഹിയർ, x2. ആൻഡ് നമുക്ക് x1ൽ ഈ എലമെൻ്റ് ആണ് മോഡിഫൈ ചെയ്തിട്ട് 1 by 2 ആക്കേണ്ടത്. ഓൾവേസ് റിമെമ്പർ, എനിക്ക് ചെയ്തെടുത്തോളം മനസ്സിലായത് ഇസ് ദാറ്റ് ഇപ്പോൾ കീ എലമെൻ്റ് ഉള്ള റോ ഇല്ലേ ഇത്, അതായത് ഇത് നമ്മൾ ഇത് മോഡിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് ഇത് 0 ആക്കാൻ. ഡോണ്ട് ട്രൈ ടു റിയലി മോഡിഫൈ ദിസ്. എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യാൻ നോക്കുമ്പോൾ തെറ്റണുണ്ട്, എനിക്ക് പലപ്പോഴും തെറ്റി. സോ ഇവിടെ നമുക്ക് x2 വന്നിട്ടുണ്ട്, വിച്ച് ഇസ് 0, 0, 1, 2, -1, ആൻഡ് സൊല്യൂഷൻ ഇസ് 2. ആൻഡ് x1ൻ്റെ വാല്യൂസ് ആർ 1, 1 by 2, 0, 1 by 2, 3. നമുക്ക് ഈ 1 by 2 അല്ലേ 0 ആക്കണ്ടേ. നമുക്ക് x2 നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 by 2 കിട്ടുമല്ലോ. സോ വാട്ട് വിൽ ഡു, x2 by 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0, 1 by 2, 1, -1 by 2, 1. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ആൻഡ് x1 എന്താ നമ്മുടെ 1, 1 by 2, 0, 1 by 2, 3. നമുക്കിനി സബ്ട്രാക്ട് ചെയ്യാം. 0 minus 1 എന്താണ് നമുക്ക് കിട്ടുക, -1. 1 by 2 minus 1 by 2, 0. 1 minus 0, 1. Minus 1 by 2, minus 1 by 2. You'll get -1. And 1 minus 3 നമുക്ക് -2 കിട്ടും. ഇതാണ് നമ്മുടെ വാല്യൂസ്. നമുക്ക് അങ്ങനെ ഇവിടെ എഴുതിയെടുക്കാം. So it will be x1 is -1, 0, 1, -1 and -2. ഇനി നമുക്ക് ഇവിടുത്തെ റോ എല്ലാം കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഈ എലമെൻറ്റ് രണ്ട് ചേരണം, യു ജസ്റ്റ് forget about this whole row because this is the new updated one. നമ്മൾ ഇതാ യൂസ് ചെയ്യാൻ പോകണം. So we use x2 which I have written over here. The elements are 0, 1, 2, -1 and the solution is 2. And x1 ആണ് നമുക്ക് this specific element we need to change to 0. അപ്പോൾ x2യുടെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, 1, 1 by 2, 0, 1 by 2 and 3 is the solution. അതും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി എവ്രി വൺ പേ attention because this is important. Okay, I did this question many times and I failed to complete this answer because of one very specific reason. ഇപ്പോൾ there are a lot of ways to change this to 0. വേണ്ടി ഇത് മോഡിഫൈ ചെയ്യാം, or ഇത് you can turn this
to 1 by multiplying it by 2 and then subtracting it, or you can divide this by 2. Lots of ways are there. പക്ഷേ always follow this one method so that you will get the perfect answer. Always remember, okay? നമുക്ക് കീ റോ, അതായത് കീ എലമെൻ്റ് ഉണ്ടായിരുന്ന റോ ഏതാ? ഇതല്ലേ. അതായത് കീ എലമെൻ്റ് ഉണ്ടായിരുന്ന സാധനം ഇതല്ലേ. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഓൺലി മോഡിഫൈ ദിസ്. ഓക്കെ, അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റും. ഓക്കെ, സോ x2 നമുക്ക് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0, 1/2, 1 - 1/2 ആൻഡ് 2/2 വിൽ ബി 1, റൈറ്റ്? നമുക്കിത് കിട്ടും. ആൻഡ് x1ൻ്റെ വാല്യൂസ് 1, 1/2, 0, 1/2 ആൻഡ് സൊല്യൂഷൻ ഇസ് 3. സോ നമുക്ക് എല്ലാം ഒന്നും കൂടി എഴുതാം. 0, 1/2 -1, 1 - 1/2 ആൻഡ് 1. ഇപ്പുറത്ത് 1, 1/2, 0, 1/2 ആൻഡ് 3. ഇത് x2 ആൻഡ് ഇത് x1. ഇപ്പോൾ യു മൈറ്റ് ബി തിങ്കിങ് ഇത് 0 ആക്കണമെങ്കിൽ ഇഫ് ഐ ഡു x1 - x2 ഓർ x2/2 ആക്ച്വലി, ഓർ x2/2 - x1, രണ്ടും സെയിം അല്ലേ? എന്നാൽ എൻ്റെ ഒരു സജഷൻ, ഓൾവേസ് കീപ് ദ മോഡഡ് വൺ ഫോർ സെക്കൻഡ്. അതായത് x1 - x2/2 ആയിട്ട് ചെയ്യുക. അതായത് മോഡിഫൈഡ്, അല്ലെങ്കിൽ കീ ആയിട്ട് വരുന്ന കീ എലമെൻറ്റ് നമ്മൾ മോഡിഫൈ ചെയ്തെടുത്ത ഈ ഒരു റോ, ഈ ഒരു റോ, ഇത് സെക്കൻഡും ഇത് ഫസ്റ്റായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അല്ലാണ്ട് ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് തെറ്റുണ്ടായിരുന്നു. വൈ? ഓക്കെ, ഐ ഗെസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് ഇസ് x1 - x2/2. വീണ്ടും ഞാൻ പറയാണ്, x1 അതായത് നമുക്ക് മാറ്റാനുള്ള റോ, അതാണ് ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ കീ റോ, അതായത് നമുക്കുണ്ടായിരുന്ന ആ കീ എലമെൻ്റ് ഉണ്ടായിരുന്ന റോ ഇല്ലേ, അത് എപ്പോഴും അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, സോ ജസ്റ്റ് വൺസ് മോർ ഐ എം ടെല്ലിങ് ദിസ്. നമുക്ക് വിൽ മോഡിഫൈ ദിസ് ഫസ്റ്റ്. നമുക്ക് ഇത് ആദ്യം 0 ആക്കും. സോ വിൽ ഗെറ്റ് ദിസ്. പിന്നെ ഇതിനങ്ങ് മറന്നേക്ക്, ഇത് വേണ്ട, നമുക്ക് ഇത് മതി, x2 മതി. സോ വിൽ ടേക്ക് x2 ആൻഡ് x1. x1ൻ്റെ ഈ എലമെൻ്റാണ് നമുക്ക് 0 ആക്കേണ്ടത്. സോ വിൽ റൈറ്റ് ബോത്ത് ഓഫ് ദീസ് ഡൗൺ. എന്നിട്ട് വി വിൽ ഓൺലി മോഡിഫൈ x2, അതായത് കീ എലമെൻ്റ് ഉണ്ടായിരുന്നു ഈ പുതിയ റോ മാത്രമേ മോഡിഫൈ ആയിട്ടുള്ളൂ, വിച്ച് ഇസ് 0/2, 1/2, 2/2, -1/2, 2/2. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, വേണ്ട x2/2. എന്നിട്ട് നമ്മൾ ഈ റോ സ്റ്റോക്ക് ഫോമിൽ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറ്റുന്നു. ആൻഡ് ദിസ് ഇസ് ദ x2/2, ദിസ് ഇസ് ദ x2/2 ആൻഡ് ദിസ് ഇസ് ദ x1. നമ്മൾ x1 - x2/2 ആണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 - 0 എത്രയാണ്? 1. 1/2 - 1/2 എന്താ? 0. 0 - 1 -1. 1/2 -1/2, which is 1. And 3 - 1, we'll get 2 for solution. അതേപോലെ നമുക്ക് എഴുതാം, x1 is 1, 0 - 1, 1, 2. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഈ 2 ബോക്സ് എം ടി ആയിട്ടിരിക്കല്ലേ, ഇവിടെ എന്ത് വാല്യൂ ഫില്ല് ചെയ്യും? ആസ് യു മേ ഓർ മേ നോട്ട് റിമെമ്പർ, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ് ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? നമ്മുടെ z വാല്യൂ, നമ്മുടെ z വാല്യൂവിൽ തന്നത് z = 7x1 + 6x2 അല്ലേ. അപ്പോൾ 7 is the coefficient of x1 and 6 is the coefficient of x2. അത് തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കും, 7x1 and 6x2. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ we'll just multiply this into this plus this into this, this into this plus this into this, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് ചെയ്യാം. സോ നമുക്ക് 6 × 0 + 7 × 1, 7. 6 × 1 + 7 × 0, 6. 6 × 2 + 7 × -1, 5. And 6 × -1 + 7 × 1, 1. 6. ഓക്കെ, നമുക്ക് ഇത്രയും കിട്ടി. ഇനി CJ - ZJ
7 minus 7, 0. 6 minus 6, 0. 0 minus 5, minus 5. 0 minus 1, minus 1. ഓക്കെ, നമ്മൾ ഇത്രയും മെനക്കെട്ടു. ഓക്കെ, വി ഗോട്ട് ദിസ്. ഇവിടെ നമുക്ക് നിർത്താം. വൈ ആർ യു സ്റ്റോപ്പിംഗ് ഇറ്റ് ഹിയർ? കണ്ടിന്യൂ ചെയ്തൂടെ? ഇല്ല, പറ്റില്ല. എന്താണെന്നറിയോ, ഈ സി ജെ മൈനസ് സെഡ് ജെയിൽ 0 ഓർ ലെസ്സർ ദാൻ 0 ഓർ ലെസ് ദാൻ 0 കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റോപ്പ്. ഇപ്പോൾ ഇത് 0 ലെസ് ദാൻ 0 അപ്പോൾ അതായത് നമുക്കിവിടെ നിർത്താൻ പറ്റും. ഇനി നമ്മൾ ദിസ് ഹോൾ തിങ് വാട്ട് ഡിഡ് യു ഡു സെയിങ്? ഇപ്പോൾ മാക്സിമൈസ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമുക്ക് വാല്യൂസ് എന്താ കിട്ടിയത്? x2യുടെയും x1ൻ്റെയും 2ഉം 2. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും നമ്മുടെ ഇക്വേഷനിൽ z ഈക്വൽ 7x1 പ്ലസ് 6x2 പ്ലസ് 0s1 പ്ലസ് 0s2. ഇത് രണ്ടും 0 ആയി പോകും. 7x1 7 ഇൻറ്റു 2 പ്ലസ് 6 ഇൻറ്റു 2, അപ്പോൾ 14 പ്ലസ് 24 we will get 26. And that is how we maximize our value. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് തല ചുറ്റും, ബട്ട് ഇഫ് യു പേ പ്രോപ്പർ അറ്റൻഷൻ ആൻഡ് യു ഡു ദിസ് പ്രോപ്പർലി, യു ഷുഡ് ബി ഡൂയിങ് ദിസ് വെൽ. താങ്ക് യു. ഒരു ബോണസ് കാര്യം കൂടെ പറയാം. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ മാക്സിമൈസ് എന്നല്ല തന്നിരിക്കണേ. ദേ ക്യാൻ ഗിവ് അസ് മിനിമൈസ് ഓൾസോ. ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ മിനിമൈസ് z ഈക്വൽസ് ടു 7x പ്ലസ് 1 x1 പ്ലസ് 6x2 എന്ന് തന്നു കഴിഞ്ഞാൽ ഇതും തരാം. ഓക്കെ, ദേ സപ്പോസ് ദേ ഗിവ് ദിസ് ഓൾസോ. നമുക്കിതിവിടെ കൊടുക്കാം. വാട്ട് വിൽ യു ഡു? ഓക്കെ, ഇപ്പോൾ നമുക്ക് z തന്നിട്ടില്ലേ? നമുക്ക് z ഈക്വൽസ് ടു 7x1 പ്ലസ് 6x2. നമ്മൾ ഈ ഫുൾ സിംപ്ലെക്സ് മെത്തേഡ് ചെയ്യണേക്കുമ്പോൾ സെഡിനെ നമ്മൾ z ബാർ ആക്കും. z ബാർ ഈക്വൽസ് ടു മൈനസ് z. അതെങ്ങനെയാണ്? മൈനസ് z ഈക്വൽസ് ടു മൈനസ് ഓഫ് 7x1 പ്ലസ് 6x2, അതായത് മൈനസ് 7x1 മൈനസ് 6x2. അത്രേ ഉള്ളൂ. And then after finding everything, substitute it back to the original equation and you will get the minimized value also.